യേശുവിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ രണ്ടുപേര് ഒന്നിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ പലപ്പോഴും മൂന്നാമതൊരാളെപ്പറ്റി സംസാരിക്കാറുണ്ട്. അയാളുടെ കുറ്റങ്ങളും കുറവുകളും ഒക്കെ പറഞ്ഞ് അയാൾ കുറ്റക്കാരനാണെന്ന് നമ്മൾ തന്നെ വിധിക്കാറുമുണ്ട്. അയാൾ ചെയ്ത ചില പ്രവൃത്തികളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അങ്ങനെ തീരുമാനമെടുക്കുക. അതേ പ്രവൃത്തികൾ നമ്മളും ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കതിന് ന്യായീകരണമുണ്ട്, നമുക്കത് തെറ്റല്ല. എന്നാൽ മറ്റുള്ളവർ അതേ പ്രവൃത്തി ചെയ്യുമ്പോൾ അത് തെറ്റാണ്. അവരുടെ ന്യായീകരണം എന്തെന്ന് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കാറില്ല. അവരെ നമ്മൾ ശ്രമിക്കാറുമില്ല. നമ്മൾ വിധിച്ചു കഴിഞ്ഞു, അവർ തെറ്റുകാരാണ്, അവർ ചെയ്തത് തെറ്റാണ് എന്നൊക്കെ. അങ്ങനെ വിധിക്കാനായി നാം കൈ ചൂണ്ടുമ്പോൾ പ്രകൃതി തന്നെ വെച്ചിരിക്കുന്ന ഒരു ക്രമീകരണമുണ്ട്. ഒരു വിരലാണ്, ചൂണ്ടുവിരലാണ് ആ വ്യക്തിക്കെതിരെ ചൂണ്ടുന്നത്. ആദ്യത്തെ താഴെയുള്ള 3 വിരലുകൾ നമ്മളെ തന്നെയാണ് ചൂണ്ടുന്നത്. അപ്പോൾ ആ ഒരു പ്രവൃത്തി ചെയ്തത് തെറ്റാണ് എന്ന് ഞാൻ മറ്റുള്ളവരോട് പറയുമ്പോൾ അതേ പ്രവൃത്തി 3 പ്രാവശ്യം ഞാൻ ചിലപ്പം ചെയ്തിട്ടുണ്ടാവാം. അതൊക്കെ കൊണ്ടാണ് തന്നെയാണ് ഈശോ പറഞ്ഞത്, നിൻ്റെ കണ്ണിൽ കമ്പിരിക്കെ നിനക്കെങ്ങനെയാണ് അവരുടെ കണ്ണിലെ കറയെടുത്ത് കളയാൻ സാധിക്കുക? അതെ, നമ്മളിൽ കുറ്റങ്ങളുള്ളപ്പോൾ നമ്മൾ എന്തിന് മറ്റുള്ളവരെ വിധിക്കുന്നു? പ്രിയപ്പെട്ടവരെ, വിധിക്കാതിരിക്കാൻ നമുക്ക് ശ്രമിക്കാം. അപ്പോൾ നമ്മളും കുറ്റം വിധിക്കപ്പെടുകയില്ല. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.